ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. പാർട്ട് 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാലും മതി. പാർട്ട് 2 നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ മീൻ, മീഡിയൻ, മാധ്യവും മധ്യമവും കാണുന്നതാണ് പഠിച്ചത്. ഇതിൽ മധ്യമം, മീഡിയൻ മാത്രമാണ് നോക്കുന്നത്. ഇനി നമുക്ക് മീഡിയൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഫ്രീക്വൻസി ടേബിൾ, അതായത് ആവർത്തി പട്ടികയോട് കൂടിയ വിലകളുടെ മധ്യമം എങ്ങനെ കാണാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇവിടെ നമുക്കൊരു കണക്ക് നോക്കി നോക്കാം. ഒരു തൊഴിൽശാലയിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ ദിവസക്കൂലിയാണ് തന്നിട്ടുള്ളത്. ജോലിക്കാരുടെ എണ്ണവും ദിവസക്കൂലിയും. ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. അപ്പോൾ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഡെയിലി വേജും നമ്പർ ഓഫ് വർക്കേഴ്സും, അങ്ങനെ ഒരു ടേബിളാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ദിവസക്കൂലിയുടെ മധ്യമം കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജ്. ഡെയിലി വേജിൻ്റെ മീഡിയൻ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 400, ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 400 രൂപ മേടിക്കുന്ന 2 പേരുണ്ട്. അതുപോലെ 500 റുപ്പീസ് ഡെയിലി വേജ് ആയ 4 പേഴ്സൺസ് ഉണ്ട്. 600 റുപ്പീസ് ഡെയിലി വേജ് ഉള്ള 5 എംപ്ലോയീസ് ഉണ്ട്. 700 റുപ്പീസ് ഡെയിലി വേജ് ഉള്ള 7 എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെ 800 രൂപ മേടിക്കുന്ന 5 ആളുണ്ട്. 900 രൂപ മേടിക്കുന്ന 4 ആളുണ്ട്. 1000 രൂപ വീതം മേടിക്കുന്ന 3 പേരുണ്ട്. ഇതിൻ്റെയാണ് മധ്യമം നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ആകെ എത്ര പേരുണ്ട്, അതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കുന്നത്. ആകെ 2 4 6, 6 5 11, 7 18, 5 23, 4 27, 3 30 ജോലിക്കാരാണ് അവിടെ ഉള്ളത്. 30 വർക്കേഴ്സാണ് അവിടെ ഉള്ളത്. ഈ 30 വർക്കേഴ്സിൻ്റെ മീഡിയൻ 30 പേരെ നിരത്തി നിർത്തിയാൽ, അവരുടെ ദിവസക്കൂലിയുടെ അനുസരിച്ച് നിരത്തി നിർത്തിയാൽ, ആദ്യം 400 ചെറുതുനിന്ന് വലുതിലേക്ക് നിരത്തി നിർത്തുകയാണെങ്കിൽ 30 ആളിലെ പകുതിയിൽ നിൽക്കുന്നത് ആരായിരിക്കും? 14 പേര് ഇപ്പുറത്തും 14 പേര് അപ്പുറത്തുമായിട്ട്. അപ്പോൾ 28 ആൾ കഴിഞ്ഞു 30-ൽ. അപ്പോൾ 15ഉം 16ഉം 15th and 16th ആയിരിക്കും മീഡിയൻ വരുന്ന വർക്കേഴ്സ്. അപ്പോൾ 15ന്റെയും 16ന്റെയും 15ാമത്തെ ആളുടെയും 16ാമത്തെ ആളുടെയും ദിവസക്കൂലിയാണ്, അവരുടെ ഡെയിലി വേജ് ആണ് ഇവിടുത്തെ മീഡിയൻ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി കഴിഞ്ഞു. ആ 15ാമത്തെയും 16ാമത്തെ ആൾക്കാരുടെ മീഡിയൻ എത്രയാണ് അവരുടെ ദിവസക്കൂലി എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പുതിയൊരു ടേബിൾ വരയ്ക്കാൻ പോവുകയാണ്. പുതിയൊരു ടേബിൾ 2 കള്ളികളത് വരച്ചു. ആദ്യത്തെ കള്ളിയിൽ ദിവസക്കൂലി, രണ്ടാമത്തെ കള്ളിയിൽ ജോലിക്കാരുടെ എണ്ണം. നമ്മളെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് തന്നെയാണ് ഇവിടെയും എഴുതുന്നത്. ആദ്യത്തെ കള്ളിയിൽ അപ് ടു 400, അതായത് 400 രൂപ വരെയുള്ള ദിവസക്കൂലിക്കാർ 2 പേർ. അപ് ടു 500, അതായത് 500 രൂപ വരെയുള്ളവർ, നേരത്തെ ചോദ്യത്തിൽ നമുക്കറിയാം 400 രൂപ വരെയുള്ളവർ 2, 500 രൂപ വരെയുള്ളവർ 4 ആണ്. അപ്പോൾ 500 രൂപ വരെ, അപ് ടു 500, 500 രൂപ വരെയുള്ളവർ 2ഉം 4ഉം 6 പേർ. 600 രൂപ വരെയുള്ളവർ 2ഉം 4ഉം 5ഉം 2 + 4 + 5 11. അങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ നിർമ്മിക്കുന്നത്. അപ് ടു 400 2, അപ് ടു 500 6, അപ് ടു 600 11, അപ് ടു 700 18. എവിടെ നിന്നാണ് നമുക്ക് ഈ 2, 6, 11, 18 ഒക്കെ കിട്ടിയത്? അത് ഈ ടേബിളിൽ നിന്ന് തന്നെയാണ്, വേറെ നമ്മൾ കണ്ടുപിടിച്ചതല്ല. നമുക്ക് തന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. ഇതാണ് ഡെയിലി വേജ്. 400, 500, 600, 700, 800, 900, 1000. അതേപോലെ ഇതാണ് അവരുടെ നമ്പർ ഓഫ് വർക്കേഴ്സ് 2. അപ്പോൾ 500 രൂപ വരെയുള്ളത് 2 + 4, 6 പേരുണ്ട്. 500 വരെ, 500-ൽ താഴെ
അപ് ടു 500 6 പേരുണ്ട്. അപ് ടു 600 600ഉം അതിൽ താഴെ എത്ര പേര് ഡെയിലി വേജ് മേടിക്കുന്നുണ്ട്? 2ഉം 4ഉം 5ഉം അങ്ങനെ 11 പേർ. അങ്ങനെയാണ് നമുക്കിതിൽ 11 കിട്ടിയത്. അടുത്തത് 18 പേർ. 11ൻ്റെ കൂടെ ഈ 7ഉം കൂടിയും കൂട്ടി. അപ്പോൾ 700 വരെയുള്ളത് 18 പേർ. അങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ് ടു 718 അപ് ടു 800. അപ്പോൾ 18ൻ്റെ കൂടെ നമ്മുടെ നേരത്തെ 5ഉം കൂടി കൂട്ടി. ഇതാ ഈ 800ലുള്ള 5 കൂടി കൂട്ടി. അപ്പോൾ 23. അടുത്തത് ഈ 4 കൂടി കൂട്ടണം. അപ്പോൾ 27. പിന്നെ 1000 അപ് ടു 1000 1000 രൂപ വരെ 27 പ്ലസ് 3 30. അങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ കിട്ടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് എവിടെയാണ് 15ഉം 16ഉം നമ്മൾ ആകെ 30 ആളാണെന്ന് കണ്ടെത്തിയില്ലേ. അപ്പോൾ 30 പേരെയും നിരത്തി നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 30 പേരെയും നിരത്തി നിർത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് ഉണ്ടാവും. അപ്പോൾ 14 പേര് ഇടത്തെ വശത്തും ബാക്കി 14 പേര് വലത്തെ വശത്തും, അങ്ങനെ 28 ആള് തീർന്നു. അങ്ങനെ ബാക്കി 2 ആള് ഇവിടെ വരും 30 ആളാണെങ്കിൽ. ഈ കണക്കിൽ തന്നെ 31 ആളാണെന്ന് കരുതുക. 31 ആളുണ്ടായിരുന്നു. അപ്പോൾ 1000 രൂപ കിട്ടുന്ന ഒരാളും കൂടിയും കൂടി. അപ്പോൾ 31 ആളായി. 27ഉം 4ഉം ഇവിടെ 3 ആയിരുന്നു, അത് 4 ആയി. അപ്പോൾ 31 പേര്. 31 പേരാണെങ്കിൽ എത്ര ആരായിരിക്കും ഇതിൻ്റെ നടുവിൽ വരിക? അപ്പോൾ 15 ആൾ ഇപ്പുറത്തും 15 ആൾ ഇപ്പുറത്തും, 15ഉം 15ഉം 30 കഴിഞ്ഞു. ബാക്കി ഒരു 16ാമത്തെ ആളാണ് അതിൻ്റെ നടുവിൽ. 16ാമത്തെ ആള് എത്ര രൂപയാണോ ഡെയിലി വേജ് മേടിക്കുന്നത് അതാണ് അതിൻ്റെ മീഡിയൻ, മധ്യമം. ഇവിടെ 2 പേരുണ്ട്. 30 ആയതുകൊണ്ട് 2 പേര് നടുവിൽ വരും. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വെട്ടി പോയിരുന്നില്ലേ, അതുപോലെ ഇവിടെ 2 പേര് ബാക്കി വരും, 15ഉം 16ഉം. അപ്പോൾ 15ഉം 16ഉം എത്ര രൂപയാണ് മേടിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. 2 പേര് വരെ ആദ്യത്തെ 2 ആൾക്കാർ, ഈ 2 പേര് 400 രൂപയാണ് മേടിക്കുന്നത്. പിന്നത്തെ 3, 4, 5, 6 വരെ മേടിക്കുന്നത് 500 രൂപയാണ്. 11 വരെ മേടിക്കുന്നത് 600 രൂപയാണ്. അപ്പോൾ 11 വരെ കഴിഞ്ഞു 600 രൂപ. ഇനി വരുന്ന 12, 13, 14, 15, 16, 17 വരെ, 18 തൊട്ട് 700 ആണ്. അപ്പോൾ 11 വരെ 600 കഴിഞ്ഞു. 12 മുതൽ 18 വരെ 700 രൂപയാണ് മേടിക്കുന്നത്. 11 തൊട്ട് 18 വരെ 700 രൂപ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ 15ഉം 16ഉം വരുന്നത്. അപ്പോൾ 15ഉം 16ഉം ആൾക്കാർ വരുന്നത് ഇതിൻ്റെ ഇടയിലാണ്. അവർ 11 വരെ 600 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ 11ാമത്തെ ആൾക്ക് ശേഷമുള്ളവരൊക്കെ 700 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ അവരുടെ ഉത്തരം നമുക്ക് കിട്ടി. 15ാമത്തെ ആളുടെ ശമ്പളം, അതായത് ഡെയിലി വേജ് 700 രൂപയാണ്. 16th പേഴ്സൻ്റെ ഡെയിലി വേജ് 700 റുപ്പീസ് ആണ്. അപ്പോൾ 15th and 16th 700 റുപ്പീസ് ആണ് അവരുടെ ഡെയിലി വേജ് വരുന്നത്. അപ്പോൾ 15ഉം 16ഉം ആണ് നമ്മളുടെ മീഡിയൻ ആയിട്ട് വരുന്ന ആൾക്കാർ. ഈ എംപ്ലോയീസിൻ്റെ ഡെയിലി വേജ് ആണ് നമ്മുടെ 700 റുപ്പീസ്. ഈ 700 റുപ്പീസ് 11 വരെ 600 രൂപയാണ്. 12ാമത്തെ ആൾ, 13ാമത്തെ ആൾ, അങ്ങനെ 17ാമത്തെ ആൾ വരെ 700 രൂപയാണ്. അപ്പോൾ 15ഉം 16ഉം 700 രൂപ. അപ്പോൾ 2 പേർക്ക് 700 രൂപ വീതമാണ്. അപ്പോൾ 700ഉം 700ഉം 1400. അപ്പോൾ 1400ൻ്റെ പകുതി 700 രൂപ. അപ്പോൾ 700 രൂപയാണ് അവരുടെ ഡെയിലി വേജ്. അപ്പോൾ 700 ആണ് നമ്മളുടെ ഈ കണക്കിൽ മീഡിയൻ. ഇനി നമുക്ക്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? 15ാമത്തെ ആൾക്ക് 700 രൂപ, 16ാമത്തെ ആൾക്കും 700. അപ്പോൾ അതിൻ്റെ ആവറേജ് 700ഉം 700ഉം 1400. 1400ൻ്റെ പകുതി 700. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ, അതായത് മധ്യമം 700 രൂപയാണ്. അപ്പോൾ ഈ കണക്കിൻ്റെ ഉത്തരം വളരെ ഈസി ആയിരുന്നു. ഒന്നും കൂടിയും പറയാം. നമുക്ക് ആകെ ഉള്ളത് 30 പേരാണ്. 30 പേരിൽ പകുതിയിൽ വരുന്നത് 15ാമത്തെയും 16ാമത്തെയും ആൾക്കാരാണ്. 15ാമത്തെയും 16ാമത്തെയും ആൾക്കാരുടെ ഡെയിലി വേജ്, ദിവസക്കൂലി 700 രൂപയാണ്. 11ന് ശേഷം 12ാമത്തെ ആളുടെയും 13ാമത്തെ ആളുടെയും 14ാമത്തെ ആളുടെയും 15ാമത്തെ ആളുടെയും 16ാമത്തെ ആളുടെയും ഒക്കെ 700 രൂപയാണ്. 18 ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ 800 ആയി. അപ്പോൾ 18 വരെയും 700 രൂപയാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 15ാമത്തെയും 16ാമത്തെയും ആളുടെ ശമ്പളം എത്രയാണ്? അത് 700 രൂപയാണ്. അപ്പോൾ 700 ആണ് അവരുടെ ഓരോരുത്തരുടെയും ഡെയിലി വേജ്. അതുകൊണ്ട്
മീഡിയൻ മധ്യമം സമം 700. അപ്പം ഇത്രയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്. ഒരു ആശുപത്രിയിൽ ഒരാഴ്ച പിറന്ന കുട്ടികളുടെ ഭാരം. The table below gives the number of babies born in a hospital during a week. Sorted according to their birth weight. Calculate the median birth weight. ഭാരത്തിൻ്റെ മധ്യമം കാണുക. ഇത് നിങ്ങൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കുക. ഇതേപോലെ വെയിറ്റ് ഇപ്പുറത്ത് എഴുതുക. 2.5, 2.6, 2.750, 2.8, 3, 3.15, 3.25, 3.3, 3.5 എന്ന് എഴുതുക. ഇപ്പുറത്ത് 4, 2.5 വരെ 4 ബേബീസ് ആണ്. 2.6 വരെ 4 + 6 10 ബേബീസ് ആണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി എഴുതണം. പിന്നെ 10 + 8 18 ആണ് ഇവിടെ വേണ്ടത്. 18 + 10 28 ആണ് ഇവിടെ വേണ്ടത്. 28 + 12 40 ആണ് ഇവിടെ വേണ്ടത്. അങ്ങനെ എഴുതിയിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഈ കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, സീ യു, താങ്ക് യു.